അറിയില്ല ചേട്ടാ. കൊള്ളത്തില്ല ചിരി. എന്റെ പൊളിയാ, വേറെ ചെറുക്കൻ അടിപൊളിയാട്ടോ. ചേട്ടൻ കുറെ വീഡിയോ, ഞാൻ ഏത് വീഡിയോ നോക്കുന്നില്ല, പക്ഷെ ചേട്ടൻ വൈറലായിരുന്നു. അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ ചോദിക്കില്ല, ഞാൻ പ്രിപ്പയർ ആയിട്ട് വേണം. Nice to meet you. Welcome to Ooty. Nice to meet you. ഞങ്ങളുടെ ഹീറോ വലിയ പ്രതീക്ഷ ഇല്ല. ഇത് അൺഫോർച്യൂനേറ്റ് ഞാൻ പറയത്തുള്ളൂ. കാണാറുണ്ട്. ഓ താങ്ക് യു വീഡിയോ തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വന്നതാണത്. താങ്ക് യു. ഒരു തൊട്ടാവാടിയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങിയിരിക്കുന്ന ടൈപ്പൊക്കെയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ്. എന്റെ എല്ലാമാണ് മക്കള്. എല്ലാ സ്വത്തിലും ഏറ്റവും വലിയ മുതലാണ് മക്കള്. വേറെ ഒരു സമ്പത്തുണ്ടെന്ന് പറഞ്ഞില്ല, മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും എല്ലാവരും സെറ്റായി. എല്ലാരും അറിയിക്കുക. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ക്നാനായ എൻഗേജ്മെന്റും മൈലാഞ്ചിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് വെളിയന്നൂർ തേജയുടെ വീട്ടിലാണ്. തേജയുടെയും കെവിന്റെയും മൈലാഞ്ചിയും എൻഗേജ്മെന്റും ആണ്. വെഡിങ് 7-ാം തീയതിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 8-9 മാസം മുമ്പ് ബുക്ക് ചെയ്ത വെഡിങ് ആണ്. കുറേ നാളായി ക്നാനായ വെഡിങ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ക്നാനായ കല്യാണം എന്ന് പറയുന്നത് തന്നെ വേറൊരു വൈബാണ്. ആ ഒരു മൂഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വീഡിയോ കണ്ടോണ്ടിരിക്കുക. ബിനുസിൻസ് ആണേ. അപ്പന്റെ അമ്മയുടെ പേരിനകത്ത് തോമസ്, ജീന, അമ്മയുടെ ജയും സത്യം ഞാനും അങ്ങനെ ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു. ആണോ? ഈ ക്നാനായ കല്യാണം എന്ന് വെച്ചാൽ ഭയങ്കര വൈബാണ്. ഞാൻ കുറെ നാളായി. ഭയങ്കര വൈബ് എന്ന് വെച്ചാൽ വേറൊരു സംഭവമാണ്. ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. അത്രയും വൈബ് എനിക്ക് തോന്നുന്നു വേറെ കമ്മ്യൂണിറ്റിയിലെ വെഡിങ്ങിനും. അത് എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം സെറ്റാണ്. തേജയുടെ മനസ്സിലെ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പൂത്തിരി മേടിച്ചിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് പൂത്തിരി വെച്ചിട്ട് ഈ സൈഡിൽ ബ്രൈഡ്മെയ്ഡ്സ് നിന്നിട്ട് പൂത്തിരി വെച്ചിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ നടുക്ക് നിന്നിട്ട് സെറ്റപ്പ് ഇല്ലേ, അത് ഞാനൊരു ജർമ്മൻ സാഹിബിന്റെ ഫോട്ടോഗ്രാഫിന്ന് കണ്ടതാ. ഞാൻ ഇതുപോലെ ഇനി വേറെ എന്തെങ്കിലും വിദേശത്ത് നടിച്ചോണ്ടാണ് സംഭവം? സ്നേഹം മാത്രം. ഇഷ്ടം പോലെ ബൗൺസ് ചെയ്ത സ്ഥലത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമേ ഇപ്പൊ കൊടുക്കാനുള്ളൂ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഗ്ലാസ് മേറ്റ് നിർത്താനായിട്ട് ഗ്ലാസ്സിൽ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും. ഞങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു? അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്. ചേട്ടൻ വൈറലായിരുന്നു. ഏത് ചേട്ടൻ കുറെ വീഡിയോ, ഞാൻ ഏത് വീഡിയോ നോക്കുന്നില്ല, പക്ഷെ ചേട്ടൻ വൈറലായിരുന്നു. അങ്ങനെ ചേട്ടൻ പിന്നെ ഇവിടെ അവരോടൊക്കെ കണ്ടുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ചേട്ടൻ എന്റെ സ്കൂളിൽ ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട് നഴ്സിംഗ് വരെ നോർത്ത് ഇന്ത്യ, നോർത്ത് അല്ല സൗത്ത് ഇന്ത്യയിൽ പോയിട്ട് പോലും എനിക്ക്. ഞാൻ പറയടാ, ഈ ബ്രൈഡിന്റെ പേര് തേജ, ഗ്രൂമിന്റെ പേര് കെവിൻ. നിന്ന് വേങ്ങലടിക്കും. ഇത്രയും വലിയ ഒത്തിരി പൊക്കമുള്ള നിങ്ങൾക്ക് അറിയാമോ? എന്നിട്ട് മതിലെ ചാരി നിൽക്കുക. ഞാൻ എന്ത് പറ്റി? ബിൻചേട്ടൻ എന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നു. ഞാൻ എന്തുവാടാ, 3-ാം ക്ലാസ്സിൽ എന്നെ 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ ഇഷ്ടമുള്ള കൊച്ചായിരുന്നു. 3-ാം ക്ലാസ്സിലെ കഥയാണ് പറയുന്നത്. പ്രായം 19 ഇവൻ 20 അപ്പച്ചന് 3-ാം ക്ലാസ്സിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയവും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്ത് ഞാനാണ്, ഡെഫിനറ്റ് ആയിട്ട് ഞാനായിരുന്നു. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, ഞാൻ പ്രപ്പോസ് ചെയ്തു. അവൾ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അവൾക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പറയാൻ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡെഫിനറ്റ് ആയിട്ട് അവൾ ആക്സെപ്റ്റ് ചെയ്തു. സോ ഐ എം വെരി മച്ച് ഹാപ്പി അബൌട്ട് ദാറ്റ്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. ഇതൊരു തൊട്ടാവാടിയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങിയിരിക്കുന്ന ടൈപ്പൊക്കെയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പിന്നെ എല്ലാ കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ പെഗ് അടിക്കണമെങ്കിൽ പോലും എൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാൻ അവൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ. സോ ഐ എം വെരി മച്ച് ഹാപ്പി അബൌട്ട് ദാറ്റ്. എന്നെ സംബന്ധിച്ചും അവളെ സംബന്ധിച്ചും ഭയങ്കര ഒരു എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവസാനം ആഗ്രഹിച്ച ആ ഒരു മൂമെന്റ്, ആ ഒരു ടൈം എത്തിത്തീർന്നു. സോ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു.
കല്യാണത്തെ പറ്റി നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. മുത്തിൻ്റെ കല്യാണം എങ്ങനെ നടത്തിയോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നടത്തണം. ഒരു കാരണവശാലും ഒന്നിനും കുറവും പാടില്ല, ഒന്നും കൂടാനും പാടില്ല. ചേച്ചി ഞങ്ങളുടെ നല്ലൊരു മരുമകളാണ്. അവൾ നല്ല മിടുക്കി കൊച്ചാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ചേരുന്ന പെണ്ണാണ്. എത്ര നാളായി കല്യാണം പ്ലാൻ ചെയ്തത്? 1 year. ഒരു വർഷം. കെവിൻ എങ്ങനെ കണ്ടുപിടി? പറയൂല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതിങ്ങനെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോയി അങ്ങനെ കണ്ടുപിട്ട്. അത് കെവിനോട് വന്നിട്ട് പറയാം. അല്ല, എവിടെ കണ്ടുപിടി ശരിക്കും? സോഷ്യൽ മീഡിയ വഴി കണ്ടുപിട്ടി. കെവിന്റെ വീട്ടിൽ ആരൊക്കെയാണ്? ഡാഡി, മമ്മി, ചേച്ചി, അളിയൻ, 2 പിള്ളേര്. കെവിൻ എന്താ മതി ഫൈനൽ ആക്കിയത്? എന്റെ വൈബിന് സെറ്റാ. എന്റെ വൈബ് എങ്ങനെ? എന്റെ വൈബ് പൊളിയാ. കെവിന്റെ വൈബ് വേറെ കെവിന്റെ ബെസ്റ്റ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്റെ വൈബ് ആണെന്ന് തോന്നുന്ന കാര്യം അത് നമുക്ക് ചിലരോട് സംസാരിക്കുമ്പം നമുക്ക് തോന്നത്തില്ലേ ഇയാളുടെ കൂടെ പോയാൽ നമ്മൾ സെറ്റാ, നമ്മുടെ ലൈഫ് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ എന്തോ ഒരു തോട്ട് എനിക്ക് വന്നു. അപ്പൊ ഞാനും സെറ്റാക്കി. മനസ്സിലേക്ക് പെട്ടെന്ന് കെയറിങ്ങാ. കോളിംഗ് ആണോ ചാറ്റിംഗ് ആണോ? കോളിംഗ്. ചാറ്റിംഗ് ഉണ്ട്, കോളിംഗ് ഒക്കെ ഉള്ളൂ. അന്ന് ആ സമയത്ത് നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. 4 വർഷമായിട്ട് പരിചയക്കാരായിരുന്നു. നന്നായിട്ട് അറിയാവുന്ന 4 വർഷം. അതിന് മുന്നേ അറിയായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും എല്ലായിട്ടും സെറ്റായി. അവരൊക്കെ ചിരിക്കുന്നത് കണ്ടിട്ട് എല്ലാരും അറിയിക്കോ. അത് പപ്പാടെ ബ്രദറാണോ? എത്ര പേര് പപ്പായ്ക്ക്? അവര് ഫുൾ 7 പേരാ. 2 പെണ്ണും 5 ആണുങ്ങളും. UK നിന്നപ്പോ എല്ലാവർക്കും ഹാപ്പി ആക്കിയേ വെച്ച്. അതാണ്. അത് പപ്പ എത്രാമത്തെ ആളാ? 4ാമത്തെ. നിങ്ങളുടെ ഇവിടുത്തെ വീട്ടുകാരെന്താ? കാരാമക്കുഴിയില്ലേ? കെവിനെ കുറിച്ചൊക്കെ പറഞ്ഞ കേട്ടോ. കല്യാണത്തെ കുറിച്ച് പറ. ഇന്നത്തെ പരിപാടിയൊക്കെ അറിയോ? ചെക്കന്റെ വീട്ടുകാർ വരും, നമ്മളെ പെണ്ണെ കൊണ്ടുവന്ന് പള്ളിയിൽ ചെന്ന് നിങ്ങളെ ഒന്നിച്ചു കയറും. അതായത് കെവിന്റെ ലെഫ്റ്റ് സൈഡില് പള്ളിയിൽ നിൽക്കണം. ആദ്യം കൈപിടുത്തമുണ്ട് മനസ്സിലാവും. എന്നിട്ട് പള്ളിയിൽ സൈൻ ചെയ്യണം. അച്ഛന്മാരോടുള്ള ഫോട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞ് നിങ്ങളുടെ സമയമുണ്ടെങ്കിൽ നമുക്ക് കപ്പിൾ ഫോട്ടോ എടുക്കാം. പിന്നെ നേരെ നമ്മൾ ഹാളിലേക്ക് അവർ വരും. വന്ന് സ്റ്റേജിലെ പരിപാടികള് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് കോഴിത്തോട അമ്മാവന്മാര് കോഴിത്തോട കൈമാറും. കോഴിത്തോട കൈമാറിയതിന് ശേഷം 2 പേർക്ക് 2 അമ്മാവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നിങ്ങൾക്കും തരും. അതിനുശേഷം നമ്മള് സദ്യ ഫുഡ് അവർക്ക് അവിടെ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റുകൾക്ക് നമ്മൾ അതിനകത്ത് ഫുഡ് തുടങ്ങും. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മള് വഴിപ്പുകയില പെണ്ണിന്റെ അമ്മാച്ചൻ ചെക്കന്റെ അമ്മാച്ചന് യാത്ര പുകയില കൊടുത്തു വിടും. അപ്പൊ നമ്മുടെ ഒത്തുകല്യാണല്ലേ? ഒത്തുകല്യാണത്തിന് നിങ്ങൾ ഒത്തുകല്യാണം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഒത്തുകല്യാണത്തിന് പരിപാടി അതോടെ കഴിയും. പിന്നെയാണ് നമ്മുടെ ആഘോഷപൂർവമായ മൈലാഞ്ചി പരിപാടി. ആർക്കല്ലേ? അപ്പൊ എത്ര ഔട്ട്ഫിറ്റ് ഉണ്ട്? ഇതിപ്പോ മാറൂല്ലോ മൈലാഞ്ചിക്ക് വരുമ്പോ? 2. ഓക്കെ. നുള്ളി കൊടുക്കാനുള്ള എത്ര പേരാന്നൊക്കെ? 5 പേര്. നമ്പറുണ്ടോ? ആ നമ്പർ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നില്ലേ? സ്റ്റേജിലിടുന്ന കാര്യമില്ല. അവർ റെഡിയാക്കില്ല. പായിടുക, വെള്ളം ഇരിക്കുക, കൊരണ്ടി വെക്കുക. പായ ഇട്ടിട്ട് കൊരണ്ടി വെച്ചിട്ട് വെള്ളം ഇരിക്കുക. എന്നിട്ട് പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തും. ഇരുത്തുന്നതിന് മുമ്പ് ഇരുത്തോട്ടെന്ന് ഞങ്ങളോട് ചോദിക്കും. കൈ പിടിച്ചിരുത്തും. ഇതാണ് ചില കാര്യം. ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഡാൻസും പാട്ടും കാണും. ഹാളി വെച്ചല്ലേ? പള്ളിയുടെ ഹാളി വെച്ചല്ലേ? 10 മണി വരെ സമയമുണ്ട് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ പരിപാടി. എൻ്റെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യുന്ന മക്കളാണ് എല്ലാം. എൻ്റെ എല്ലാമാണ് മക്കള്. എല്ലാ സ്വത്തിലും ഏറ്റവും വലിയ മുതലാണ് മക്കള്. വേറെ ഒരു സമ്പത്തുണ്ടെന്ന് പറഞ്ഞില്ല. മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു ഉമ്മ കൊടുത്ത ആ കവളിൻ്റെ അവിടെ ആദ്യത്തെ മോളല്ലേ? ഇവര് എത്ര വയസ്സിന് വ്യത്യാസം ബാക്കിയുള്ള കുഞ്ഞുങ്ങള്? അവന് 3 വയസ്സ്. 3 വയസ്സ്. മറ്റൊക്കെ 10-12 വയസ്സ്. എത്ര വ്യത്യാസം ഉണ്ടോ? മൂന്ന് ദിവസമായി. എവിടുന്ന് വെട്ടി? ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങളെ സാധനങ്ങളെല്ലാം
പന്തല് കാലല്ലേ? ഇപ്പൊ എല്ലാരും ഇങ്ങനെ സ്ഥിരമായിട്ട് പണ്ടുണ്ടായിരുന്നു. ഇത് എന്തിന്റെ തടിയാ? ഈ കറക്റ്റ് നീളത്തിൽ ഇത് എങ്ങനെ കിട്ടി? ആഹാ, ശരിക്കും ജ്ഞാനായ ഇപ്പൊ എനിക്ക് തോന്നുന്നു യാക്കോബക്കാർക്കില്ലെന്ന് തോന്നുന്നു. ജ്ഞാനായ കാത്തലിക്സില് അവര് കല്യാണത്തിന്റെ സെലിബ്രേഷൻ തുടങ്ങുന്നത് ഇതുപോലൊരു പന്തൽകാല് നട്ടുകൊണ്ടാണ് കേട്ടോ. അത് സ്വന്തം പറമ്പിലല്ല, അവരുടെ പരിചയത്തിലെ ബന്ധുക്കളെ പറമ്പിൽ നിന്ന് എല്ലാവരും കൂടെ പോയി ഇതുപോലൊരു കാലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഒന്നിച്ച് പാട്ടൊക്കെ പാടി നട്ടോടു കൂടിയാണ് ചടങ്ങുകൾ അങ്ങോട്ട് അതെ, രണ്ടെണ്ണം അടിച്ചുകൊണ്ടൊക്കെ തുടങ്ങും. ബ്രോ ഇങ്ങോട്ട് നോക്കി, ആരാ ഇൻവെർട്ടർ നോക്കട്ടെ? പുള്ളി കുഴപ്പമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങുമ്പോ കത്തിയെ കൊണ്ട് തോന്നേ. അയ്യോ വാ വാ, ഹായ്, ഹലോ, ഹായ്. അനിയത്തിയല്ലേ? എന്തുണ്ട്? ഇത് ഏതാ തന്നെ മുറി? ഈ മുറിയാണോ? അല്ല, ഏതാ ഇതായിരുന്നു? അവിടെയാണ്. ഓക്കെ അല്ലേ? നോക്കിയോ, കറക്റ്റ് നോക്കിയോ. അല്ലടോ, താൻ നോക്കിയോ, കറക്റ്റാ. തേജ UK വന്നപ്പോ ഗിഫ്റ്റ് വന്നവരൊക്കെ ചിരിച്ച്. സാറ് ചിരിച്ചില്ല, എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കണം. നിങ്ങളൊക്കെ തേജയുടെ ആരൊക്കെയെന്ന് പറഞ്ഞേ. ഇത് തേജയുടെ പപ്പാണ്. ഇത് എന്തോ പറഞ്ഞു, കൺഫ്യൂഷൻ ആക്കി കളഞ്ഞല്ലേ. ഇത് ബ്രോ, പുള്ളിയാണ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞത്. താങ്ക് യു പേര് പറഞ്ഞു. ഓക്കെ ബ്രോ, കസിൻ. നിങ്ങൾ ആളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറ. സുന്ദരിയാണ്, റെസ്പോൺസിബിൾ ആണ്, പിന്നെ ഫോൺ വിളിക്കില്ല, അങ്ങനെ കുഴപ്പമില്ല. ഫോൺ വിളിക്കത്തില്ല? വിളിക്കാനൊരു 3-4 വർഷമായിട്ട് ഒരാളുള്ളത് കൊണ്ടാണോ? ടോക്ക് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. സൂപ്പർ. അങ്ങനൊക്കെയായിരുന്നു. ഈ അനിയൻ എന്തേലും കാണാൻ അനിയൻ പറയലേ ഓട്ടോ പറയാ. ഇതാരൊക്കെയാ? ഇത് ചേട്ടന്റെ ഭാര്യ, 5 പേരുണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാരും ചിരിച്ചു നോക്കി. അങ്ങനത്തെ നിങ്ങളൊക്കെ കുട്ടീനെ നോക്കി ചിരിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ച്. ചൈൽഡ്ഹുഡ് മെമ്മറി ഒക്കെ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചോദിക്കില്ല, ഞാൻ പ്രിപ്പയർ ആയിട്ട് വേണം പറയാൻ. തേജയെ കുറിച്ച് പറയാനായിട്ട് ഒന്നുമില്ല. തേജ സൂപ്പറാണ്. പാലക്കാടാണ് വീട്? അല്ല, തൃശ്ശൂരാണ്. ചാലക്കുടി. ചാലക്കുടിയിൽ എവിടെയാ? ബ്രോഡല്ലേ? ഇത് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? 2 വർഷം. ആണോ? പക്ഷെ ഒന്ന് പെയിന്റ് ചെയ്തൊക്കെ ഇറങ്ങിയ നല്ല രസമായിരിക്കും അല്ലേ? ആഹാ, ടെസ്റ്റിംഗ് ആയോ? വണ്ടി കണ്ടീഷൻ അല്ലേ? ഓടുന്നില്ലേ? ഈ വണ്ടിയുടെ ഉടമസ്ഥനാണ് ഈ നിൽക്കുന്ന മനുഷ്യനാണ് തേജയുടെ ബ്രദർ. ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാന്ന് തോന്നുന്നു. അങ്ങനെയാണോ? നീ അല്ല, അങ്ങനൊന്നും ഇല്ല. ഇതോടെ ഫാമിലി ഫോട്ടോ ആണേ. ഇതാണ് തേജയുടെ പഴയ ഫോട്ടോ. തേജയുടെ പപ്പ, അനിയത്തി, മമ്മി, അനിയൻ. ഇതാണ് ഇവിടെ ഫാമിലി ഫോട്ടോ. കെവിൻ്റെ വീട്ടിൽ നിന്ന് തേജ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ്. തേജ ഇങ്ങനെ എത്തി നോക്കിയിരിക്കുകയാണ്. വരുന്നോന്നും നോക്കി. 1.5 മണിക്കൂർ ലേറ്റായി. എന്നാ പറയുന്നു? എല്ലാ കഥയും പറഞ്ഞോ? എല്ലാം പറഞ്ഞോ? ഞാൻ ചേട്ടായി കൊടുത്തായിരുന്നു ഓൾറെഡി. തേജ ഒന്നും പറഞ്ഞില്ല. വേറെ കാര്യമുണ്ട്. തേജയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്കോടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വിശേഷം. സുഖമാണോ? സന്തോഷം. ഓ താങ്ക് യു. അങ്ങനെ ഫൈനലി അവരെത്തി നമ്മളെ കൂട്ടിക്കൊണ്ടു. എന്ത് ടെൻഷൻ എടുത്തിരിക്കുവാണെന്നറിയോ?
എവിടാണ് ആ ഉണ്ടോ എല്ലാരും? ആള് ടെൻഷനായിരുന്നു. 5 മണി തൊട്ട് ഇങ്ങനെ സമയം ക്ലോക്കെ നോക്കി. അതെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയുടെ തേജസ്സിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. തേജ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയുടെ കെവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ചെക്കൻ്റെ ഒത്തുകല്യാണം കഴിയുമ്പോൾ ചെക്കൻ വെള്ളം കുടിച്ചു തുടങ്ങി. ആണോ? അതാണ് തൊണ്ട സൗണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആള് പറഞ്ഞു വോയിസ് നല്ല രസമാണ്, കെവിനോട് സംസാരിക്കുമ്പോൾ കെവിന്റെ നല്ല വോയിസ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ചാറ്റിംഗ് അല്ല, കൂടുതൽ കോളിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ഈ മൂവ്മെന്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമാണ്. എന്താ പറയുക, ആഗ്രഹിച്ചിരുന്ന ഒരു മൂവ്മെന്റ് അല്ലേ, അപ്പൊ അതിന്റേതായ ഹാപ്പിനെസ്സും എല്ലാം മനസ്സിലുണ്ട്. ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വെളിയൂർക്ക് വിടണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അവിടെ തളച്ചിടുക. പപ്പ പറഞ്ഞത് അറിയോ, അവിടെ സ്വത്താന്ന്. ഗൈസ്, വെളിയന്നൂർ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിലെ ഒത്തുകല്യാണം കഴിഞ്ഞ് തേജയുടെയും കെവിന്റെയും ഞങ്ങൾ ഇനിയും അതിൻ്റെ റിസപ്ഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ മൈലാഞ്ചി പരിപാടികളുണ്ട്. ആൾക്കാരൊക്കെ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പള്ളിക്കകത്ത് നമ്മുടെ ടീം കപ്പിൾ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതേ നോക്കിയാൽ കാണാം, ഇതേ കപ്പിൾ ഷൂട്ട് നടക്കുന്നുണ്ട്. നന്നായിട്ട് ചിരിച്ച് അവർ ഭയങ്കര ഹാപ്പിയാണ്. 4 വർഷമായിട്ട് അവർ പരസ്പരം അറിയാവുന്നവരാണ്. ഫൈനലി അവർ ഇന്ന് വെളിയന്നൂർ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ദേ കൈ പിടിച്ച് നിൽക്കുന്നു. ഭയങ്കര ഒരു ചമ്മലുണ്ടോ ഇങ്ങനെ ഒരു അളിയൻസ് എന്നോണ്ട് ഞാൻ പരിചയപ്പെടാം. നമസ്കാരം. സുഖല്ലേ? എൻ്റെ പേര് ബിനു സീൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ ഡിയർ. നിങ്ങളെല്ലാം എവിടെയാ? ഞങ്ങൾ അയർലൻഡിൽ. ഫാമിലി എല്ലാവരും? ഫാമിലി എല്ലാവരും. ഓക്കെ. ഞങ്ങൾ 31 വന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്നു. 31 വന്നു. സ്നേഹം കുടുംബം വിളിക്കുന്നതാണോ? അല്ല, നാട്ടിലല്ല, മുത്ത് അപ്പൂസ് ആണ് കെവിന്റെ പേര്. സ്നേഹം കുടുംബം എന്ത് വിളിക്കും? മുത്തൻ തന്നെ വിളിക്കുന്നു. Say hi. Can you talk about your Appu's uncle? All the very best. Okay, very good. Can you talk about your Appu's uncle? Only 2 words. All the very. Any sister വാടാ? നിങ്ങൾ രണ്ടുപേരല്ലേ? എന്താ പറയുക, കുറെ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവരും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അത് തന്നെ. അവര് 4 വർഷമായിട്ട് ഹാപ്പിയാ. അവര് ഇനി അങ്ങോട്ട് അതിന് ഹാപ്പിയാണ്. ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഉള്ളതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അവര് പോട്ടെ. അളിയന് പറ്റിയ കമ്പനിയാണ്. അളിയന് പറ്റിയ കമ്പനിയാണോ? അളിയന് സൂപ്പർ കമ്പനിയാണ്. ഞങ്ങള് ഫുൾ ടൈം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അളിയനാണ് ഈ കിട്ടിയത്. ദൈവം സഹായിച്ച് ഫാമിലി മൊത്തത്തിൽ അങ്ങനെയാണ്. So happy for that. നമുക്കിനി കല്യാണത്തിന് പൊളിക്കണം. തീർച്ചയായും. ഈ വൈബൊന്നുമല്ല. പൊളിക്കണം. നമുക്ക് കല്യാണമാണ്. അപ്പൊ അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? വീഡിയോ തീർച്ചയായും കണ്ടിട്ടുണ്ട്. നാളെ നമ്മളങ്ങനെ ആണോ? അങ്ങനെ വന്നതാണത്. താങ്ക് യു. ഞാനാണ് ചേട്ടന്റെ പേര് അവനോട് സജസ്റ്റ്. കെവിന്റെ സിസ്റ്റർ ആണ് കേട്ടോ. കെവിന്റെ സിസ്റ്റർ ആണ് നമ്മുടെ വെഡിങ്ങിന് നമ്മളെ സജസ്റ്റ് ചെയ്തത്. അളിയനും ഉണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങളെ കുറെ ഇത് നോക്കിയിട്ടാണ് അളിയനെ പരിചയപ്പെടും. അളിയന്റെ അടുത്ത് വന്നില്ലേ? കെവിനെ അളിയനെ ഒന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ കെവിന്റെ മമ്മിയെ കൂടെ കാണിക്കട്ടെ. ഹായ്. എന്നെ വേണം ഇനി 2ാമത്തെ അമ്മായിമ്മയാൻ പോകും. മൂത്ത മകളുടെ അമ്മായിമ്മയായി, 2 മക്കളുടെ വല്യമ്മയായി, ഇനി അടുത്തത് മോന്റെ അമ്മായിമ്മയായി. അതെ, മക്കളെക്കാട്ടി സന്തോഷമല്ലേ കൊച്ചുമക്കളുണ്ടാവുമ്പോൾ? തീർച്ചയായിട്ടും 100%. എന്ത് കറക്റ്റ് ആദ്യം കാണുന്നത് മക്കളെക്കാൾ മുമ്പ് കൊച്ചുമക്കളെ എയർപോർട്ടിൽ നിന്ന് വരുമ്പം അവരെ കാണാനാണ് ഓടിച്ചില്ല. അതിനുശേഷം ഒരു മകളെ നമ്മുടെ കെവിനെ കുറിച്ച് പറയാം. കെവിൻ എന്റെ എല്ലാമെല്ലാമായി മകനല്ലേ. ഇനിയിപ്പം കൊച്ചിന്റെ എല്ലായി കഴിഞ്ഞു. അവർക്ക് മുൻതൂക്കം. അതെ എല്ലാ കാര്യത്തിലും. ഇത് നമ്മളെ കൂടെ പരിഗണിക്കണമെന്ന് പരിഗണിക്കുമായിരിക്കും. പ്രതീക്ഷിക്കുന്നു. പപ്പ എന്ത്? ശരി ആയിക്കോട്ടെ. പുതിയ പെങ്കൊച്ചിനെ വരവേക്കാനായിട്ട് മെന്റലി അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. തീർച്ചയായിട്ടും ഓൾറെഡി പ്രിപ്പയർ ആണ്. എന്താ പറയുന്നത്, ഇത്ര വർഷമായിട്ട് നമുക്ക് ഓൾറെഡി അവളെ അറിയാലോ. വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. താങ്ക് യു. ആരാ ഇവിടെ ഡാൻസ് കളിക്കുന്നത്? ഇവിടെ ആരാ ഡാൻസ് കളിക്കുന്നത്? ബെസ്റ്റി നടക്കിക്ക് ബെസ്റ്റി. എത്ര വർഷം മുമ്പോട്ട് അറിയാം? എനിക്ക് ഇവിടെ 4 കൂടുതൽ 7-8
വർഷത്തോളം 4 കൊല്ലം ഒരുമിച്ച് പഠിച്ചു. ആണോ? ഒരുമിച്ച് നഴ്സിംഗ് പഠിച്ചു, ഒരുമിച്ച് ഒരു റൂംമേറ്റ് ആയിരുന്നു, ഒരേ വാർഡ് മേറ്റ്സ് ആയിരുന്നു. ഇവര് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയില്ല. ഇത് അൺഫോർച്ചുനേറ്റ് നടന്നു ഞാൻ പറയത്തുള്ളൂ. അതല്ല, ആളിന് ബസ്സിക്ക് അറിയാൻ ഏതെങ്കിലും നടക്കുമെന്ന് അറിയായിരുന്നു. അത് ആരാണെന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഇവര് കണ്ടു, റിലേഷൻഷിപ്പിലായി. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അവിടെ എന്നോട് പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇവര് തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുമെന്ന് അവൾക്ക് അറിയാം. റിജക്ട് ചെയ്തില്ല. ഇങ്ങനെ നാണം കണ്ട അയാൾ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. ഒബിയസ്ലി കെവിനെ കണ്ടു. അവന് എന്റെ ഓൾമോസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഇവർ ഒരേ വൈബാന്നാ പറഞ്ഞു. അളി എന്നാ വൈബ് അത്? നിങ്ങൾ രണ്ടും ഒരേ വൈബ്. അതെ. ഓ, ഇതുപോലെ ഇനി ബെസ്റ്റുകൾ വേറെ ഉണ്ടോ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഒന്നുകൂടെ എന്തുവരും പറ. നിങ്ങൾ അളിയനെ ഒന്ന് വിഷ് ചെയ്യണ്ടേ? നിങ്ങൾ അളിയന്റെ അടുത്ത് പോയി വിഷ് ചെയ്യണ്ടേ? അത് വിദേശിപ്പായി വിളികൊള്ളുന്നു ബന്ധുക്കളൊക്കെ തളരുകയോ പള്ളിത്തണ്ടിമേൽ കൊടിയും പൂത്തി ശരിയും കൂടെയുണ്ട് അവിട്ടു മന്നനും കൂടെയുണ്ട് ദീദോ